വാസൂട്ടി എന്താ കിടന്ന് വിറയ്ക്കുന്നല്ല നീ? പനിക്കണ്ടമ്മ. നല്ല പനിയുണ്ടല്ലോ. ഇന്നലെ ഇത്ര ചൂടില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താ ചെയ്യാനാ? ഒരു പൈസ കയ്യിലില്ലല്ലോ. ദേഹത്തൊക്കെ ആകെ വേദനിക്കാണ്. ഇനിയിപ്പോ ഒന്നും പണിക്ക് പോക്ക് നടക്കില്ല. മക്കളെ ഒന്ന് എഴുന്നേറ്റിരുന്ന് നോക്ക് പതുക്കെ. അല്ലാതെ ഇപ്പൊ എന്തോ ചെയ്യും? ഇങ്ങനെ കിടന്നാല് എഴുന്നേറ്റിരിക്കാൻ വായിക്കുമെങ്കിൽ പിന്നെ പണിക്ക് പോയിക്കൂടെ? മക്കളൊന്നും ഒരിത്തിരി കാപ്പി കുടിക്ക്. കാപ്പിയൊന്നും വേണ്ട, കൊണ്ടാണ് ചെയ്യുന്നത്. കിടന്നാലും അങ്ങനെ മക്കളെ ദേഹവേദന ഉണ്ടെങ്കിലേ ഇത്തിരി ആടലോടെ കടിച്ചു പിടിച്ചാരട്ടെ. ആടലോടെ ഒന്നും വേണ്ട. ആടലോടെ പിടിക്കാൻ മതി. ഇത്തിരി ചുക്ക് കാപ്പി എത്തിയട്ടെ. വേണ്ട, നിങ്ങളൊന്നും മിണ്ടാണ്ട നിക്ക്. എന്താ എവിടെ മല്ലിക? എവിടെയാണ് അവള്? കൊച്ചുങ്ങളെയും കൊണ്ട് രാവിലെ സ്കൂളിൽ പോയി. ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളു. അതുകൊണ്ട് അവിടെയും കൊണ്ടേ വരാം. എനിക്ക് പയ്യാണോ ഇങ്ങനെ കിടന്ന് വിറച്ചാലെങ്ങനാ? അളിയാ എഴുந்திരിക്കலையா? வேலைக்கு போகண்டா அளியா? അവൻ ഒട്ടും വയ്യ. என்ன மாமி இது 2 நாளா இப்படி படுத்துட்டு இருந்தா வேலைக்கு போகாம கையில காசு வேணாமா? അവൻ ആവതുണ്ടെങ്കിൽ അവൻ പോവത്തില്ലേ? അളിയാ അളിയൻ വന്നാക്ക് சும்மா இருந்தா போதும். வேலையெல்லாம் நான் செய்துக்கிறேன். നീ ചെയ്യും. നിനക്ക് കവരോട്ടം നോക്കാൻ അറിയോ? அதுக்கு അളിയ இருக்குதுல்ல, അളിയ சொல்லி கொடுத்தா போதும். அந்த மாதிரி நான் செய்யறேன். ഒന്നും അറിയില്ല. വെറുതെ ഇനി അവിടെ വന്നിട്ട് അതാ കാലമാക്കാൻ വേണ്ടിയിട്ടാണ്. നീ മിണ്ടാണ് നിനക്ക്. അതെ, ഇവിടെ പണിയൊന്നും ഇല്ല. അപ്പോൾ പണി ഇനി കൂടുതൽ വരുമ്പോൾ ഞാൻ വിളിക്കാം. നീ തൽക്കാലം കോയമ്പത്തൂർക്ക് പോകും. മാമി കയ്യിൽ കാശ് ഏതാവത് இருக்குதா? എന്റെ 10 കാശുണ്ടായിരുന്ന ഞാൻ അവനെ എപ്പോഴും ആശുപത്രിയിൽ എത്തിച്ചേരാ. அதுக்குதான் അളിയനുക്ക് മാത്രമേ ഗുളിക വാങ്ങുறதுக்கு தான் കാശ് இருக்குதான்னு കേട്ട്. അത് തന്നെ ദൊരേ പറഞ്ഞത്. എന്റെ കാശുണ്ടായിരുന്നു ഞാൻ ഈ കിടപ്പ് അവനെ ഇവിടെ കിടത്തുവോ? ഞാൻ കൊണ്ട് പോകത്തില്ലായിരുന്നു ആശുപത്രിയിൽ. ஊருக்கு போறதுக்கும் காசு இல்ல, மாத்திரை வாங்குறதுக்கும் காசு இல்ல. 2 நாளாச்சு. நான் என்ன பண்ணுவேன்னு? മാമി സുക്ക് കാപ്പി പോട്ട് കൊടു. അത് കുടിച്ചാ വേർത്താ കാച്ചിൽ മാറും. മക്കളെ ഇത്തിരി ചുടുക്കാപ്പി ഇട്ടുകൊണ്ട് വരാം. ശരി. എന്തോ ഒരു വിറയിലായത്. വാദപ്പനി. മാമി കൊഞ്ചം പളങ്കഞ്ഞി ഇപ്പടി കസിച്ച് വയ്ക്ക. ചിന്ന ഉള്ളി പോട്ട് എനിക്ക് പസിക്കുത്. ശരി ശരി. அலையா நல்லா காய்ச்சல் இருக்குங்க. இந்த ரம் இருக்குதுல்ல, அது 2 பெக் எடுத்து அதுல கொஞ்சம் குருமிளகு தூள் போட்டு அடிச்சுன்னு வச்சுக்கோ. இப்படி வேர்த்து வந்துடும், காய்ச்சல் எல்லாம் போயிடும். വേഗം കൊണ്ടുപോവാ. காசு கூட வாங்கிட்டு வந்துடுறேன், ரெடி பண்ணி தரேன். കാശ് ഉണ്ടെങ്കിൽ പിന്നെ ഞാനത് ചെയ്യില്ലേ? ഐഡിയ പറയാൻ വന്നിരിക്കുകയാണ്. பழங்கஞ்சியாவது குடிச்சுக்கலாம், உடம்பு இருக்கணுமல்ல. என்ற கதி 2 நாளாச்சு. மாமி அல்ல പരിമ്പായി കിട്ട കേൾക്കലാമാ? 10-200. പരിക്കുട്ടിനെ അവിടെ തീരെ സുഖമില്ലാണ്ടിരിക്കണം. ഇനി പൈസ വയ്ക്കാൻ വേണ്ടി പോവാ അവിടെ നിന്ന്. നീ ഇത് ഏൻ இந்த ஊர்ல எல்லாருக்குமே காய்ச்சல்? இனி எனக்கும் காய்ச்சல் வந்துருமோ தான் பயமா இருக்கு. പൊട്ടനാണെങ്കിൽ പറഞ്ഞതിൽ കാര്യമുണ്ട്. അത് നല്ലതാ. ഹലോ ഹലോ ഹലോ. ജോസുട്ടിയെ, ആ തീരെ സുഖമില്ല. അണ്ണാ സൗണ്ടൊക്കെ വല്ലാതിരിപ്പുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യോ? എന്ത് മരുന്ന് മേടിക്കണോ? മരുന്നല്ല, നീ ഒരു പൈന്റ് കിട്ടുമോ നോക്കാം എവിടെയെങ്കിലും. എന്ത് എടാ ഒരു പൈൻ്റേ. നിനക്കെന്താ തലക്ക് വെളിവില്ലേ? പാടില്ലാതെ കിടക്കണവന് കള്ളും മേടിച്ചോണ്ട് ഞാൻ അങ്ങോട്ട് വന്നാ തള്ളേന്റെ മക്കിട്ട് കയറുമല്ലോ. അത് അവരറിയാതെ കൊണ്ടുവന്നാൽ മതി. അത് കഴിച്ചാൽ സംഗതി ഇപ്പം വിടും. ലേശം കുരുമുളക് ഇട്ടിട്ട് കഴിച്ചാൽ മതി. നീ വേഷം കെട്ടല്ലേ വാസൂട്ടി? പോയി വല്ല മരുന്ന് മേടിച്ച് കുടിക്കാന്ന് നോക്ക്. നീ ഒരു കാര്യം ചെയ്യ്, ആ അത് എവിടെ നിന്ന് കിട്ടുമോ നോക്കാം. അതാ നല്ലത്. സാധനം ഞാൻ ഒപ്പിക്കാം, പക്ഷെ അവിടെ കൊണ്ടെന്ന് ഞാൻ തരൂല. അവിടെ കൊണ്ടെന്ന് തരാൻ എനിക്ക് പറ്റില്ലെന്ന്. സാധനം ഞാൻ ഒപ്പിച്ചു തരാം. ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ അളിയനെ വിട്ടാൽ മതിയോ? അന്ന് അളിയനെ വിട്, ഞാൻ കൊടുത്തു വിടാം. ആ പൊട്ടനോട് ഇതാണ് കാര്യം എന്ന് പറയില്ല. ഇല്ല അതൊക്കെ ഞാൻ നമ്പർ കാണിച്ചു കൊടുത്തു വിട്ടോളാം. മരുന്ന് പോലെ കൊടുത്തു വിടാം. എന്നാ ശരി. ആ അതിപ്പോ കൂടാരത്തിനുള്ളിൽ എത്ര നേരം ഇരിക്കുന്നു? ഇരിക്കുമ്പോഴേ ഒരു ആശ്വാസമാണ്, ഒരു കുളിര് പോലെ ഉണ്ട്. നിങ്ങൾക്ക് തീരെ വയ്യല്ലേ? കൈൻ്റെ കാലിൻ്റെ ഒക്കെ ഏപ്പുകളിലൊക്കെ വേദനയുണ്ട് ചെറുതായിട്ട്. വെക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തലയിലൊക്കെ ഭയങ്കര ഭാരം പോലെ. എനിക്കല്ലെങ്കിലും ജീവിതഭാരം എപ്പോഴും എൻ്റെ തലയിലുണ്ടെന്നല്ലേ പറയില്ലേ? അതല്ലക്ക് തലവേദന എടുക്കുകയാണെന്ന്. മോനങ്ങനെ ഉണ്ട് സ്കൂളിൽ പോകുമ്പോ?
ഓനെന്ന് സ്കൂളിൽ വിടണ്ടില്ലായിരുന്നു. എന്തിനാ പിന്നെ വിട്ടത്? ഓന് ഇത് ഈ വൈറൽ ഫീവർ ആണ്. ഇത് ഒരാൾക്ക് വന്ന പിന്നെ സകല ആൾക്കും പകരും. 5 ദിവസം കഴിയാണ്ട് മാറൂലായി. പടച്ചോനെ. നമുക്ക് പോയിട്ട് വല്ല ഡോക്ടറെ അടുത്ത് മരുന്ന് മേടിച്ചാലോ? വേണ്ട ഡോക്ടറെ അടുത്ത് പോയി 15,000 ഉറുപ്പ്യ എപ്പോൾ മേടിച്ചു വെക്കും അവിടെ. അല്ലാണ്ട് ഇങ്ങോട്ട് വിടൂല നമ്മളെ. ഇതൊക്കെ ഒരു 4-5 ദിവസം വല്ല ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് മാറുമോ നോക്കിയിട്ടാണ് ഒക്കെ ചെയ്യല്. അതാ വാസുട്ടി ആകെ വിറച്ച് പനിച്ചിട്ട് കിടക്കണേ. അയ്യോ എൻ്റെ അടുത്തൊന്ന് പോയോ? നിങ്ങളൊന്നാതെ അങ്ങോട്ടൊക്കെ പോയിട്ടാണ് ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. വിചാരിച്ചിട്ട് ഒരാൾ വയ്യാണ്ട് എടുക്കുമ്പോൾ പോയി നോക്കണ്ടേ? ഞാൻ പോയൊക്കെ ആവൂലേ, എനിക്ക് അല്ലെങ്കിൽ തന്നെ വയ്യ. 2 ദിവസമായി പവനെ ഒന്ന് പോയി നോക്കുക. അതൊരു മര്യാദ അല്ലേ? അത് ആ മല്ലികയുടെ അടുത്ത് ചെന്നിട്ട് എന്താണ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് ചോദിക്കലല്ല അതിൻ്റെ മര്യാദ. അല്ലാണ്ട് നേരെ കുളിരുണ്ട്. ഞാൻ ഒന്ന് മൂടത്തേട്ടാ. ആവി പിടിച്ച് നിങ്ങളിപ്പോ നിങ്ങൾക്ക് തീരെ വയ്യല്ലേ? കുളിരുണ്ട്. എന്താണ്? ഒന്നുമില്ല, നിങ്ങള് കൂടിക്കോ. എന്താണ്? ഞാൻ മന്ത്രിച്ചാണ്, നിങ്ങള് മൂട്. ഞാൻ എന്നെ വിളിക്കുക വിചാരിച്ചിട്ട് ഞാന് എന്നാ പറയണ്ടേ? വാമ്പ് ചീറ്റണ മാതിരി. നിങ്ങളുടെ അടുത്ത് ഒന്നും മരുന്നും പറ്റില്ല, മന്ത്രവും പറ്റില്ല. നിങ്ങൾ അവിടെ ഇരുന്നോ. ആ വന്നാ நான் தோற அழிய சொல்லி இருக்குது இங்க மருந்து നിക്ക് പാടില്ല അല്ലേ? കുറച്ച് ദിവസമായാ? இல்ல 2 நாளாச்சு. வேலைக்கு போகல ஒண்ணும் இல்ல. இன்னைக்கு என்னமோ ரொம்ப நடுங்குது உடம்பெல்லாம். ഇത് നമ്മുടെ ജെസിയുടെ പാർലറിന്റെ അടുത്തുള്ള ആയുർവേദ ഡോക്ടർ ഇല്ലേ, സോമലത, അവരോട് വിവരം പറഞ്ഞ് ഞാൻ മേടിച്ചതാണ്. അപ്പൊ ഇത് ചെല്ലുമ്പോ തന്നെ ഈ കുപ്പിന്ന് കുടിക്കാൻ പറയണം. 2 ഔൺസ്. ഇത് തീരുന്നവരെ കുടിച്ചാ പനി മാറിക്കോളും. കേട്ടാ? കയ്യിലെ കാസും ഇല്ല, വേലയില്ല, പണിക്കും പോകാൻ മുടിയില്ല. അതാ മാറിക്കോളും. നല്ല മരുന്നാ പറഞ്ഞ. ഇങ്ങ இருக்குதா? ജെസിയാ? ഇല്ല, നേരത്തെ കൊണ്ടുവന്ന് വെച്ചതില് 2 പെഗ്. ഇല്ല ഇവിടെ ഇല്ല, ഞാൻ കുടി നിർത്തിയല്ല. അതെ. 100 രൂപ തായ. 100 രൂപ താ. ഞാൻ പോകുമ്പോ ഒരു പെഗ് അടിച്ചില്ല. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വന്നിട്ട് സമാധാനം ഉണ്ടാക്കി. ഇപ്പൊ ഇതുകൊണ്ട് കൊടുക്ക് കേട്ടാ. അവിടെ ഇവിടെ നിക്കരുത്. ഇല്ല. പിന്നെ തണ്ണി സാപ്പിടരുതെന്ന് പറയണ ഇത് കഴിച്ചു കഴിഞ്ഞാ. മരുന്ന് സാപ്പിടുമ്പോ തണ്ണി അടിക്ക കൂടാതെ ഇല്ല. വാങ്ങി കൊടുക്കരുത് പറഞ്ഞ. ഇല്ല എങ്ങിട്ടേ കാശില്ല. പിന്നെ സായന്തരം. ശരി. വാസുട്ടേ, അളിയൻ ഇവിടെ വന്നിരുന്ന് ഞാനൊരു 1/2 ലിറ്റർ മേടിച്ചിട്ടേ 2 അരിഷ്ടത്തിൻ്റെ കുപ്പിയിലാക്കി മിക്സ് ചെയ്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. മരുന്നാണെന്നാണ് അളിയനോട് പറഞ്ഞത്. ഇപ്പൊ കൊണ്ടുവരും. അപ്പൊ നീ അത് കഴിക്കുക തൽക്കാലം. നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എൻ്റെ പേര് പറയലേട്ടാ, അമ്മയെ മല്ലിക കണ്ടു കഴിഞ്ഞാ. ഇതങ്ങോട്ട് ചൂടായിട്ട് അങ്ങ് കുടിക്കും. പനിയൊന്നും ഇല്ലേ? പനിയൊന്നുമില്ല, ജലദോഷവും തുമ്മലും അല്ലേ. അത് കൂടണ്ടെന്ന് കരുതിയിട്ടാണ്. ഇതാ ചൂടാണേ. என்னது? ചുക്ക് കാപ്പി. അത് ഇവർക്കേ കൊടുക്കറിക്ക? പനിമ്പായിക്ക് തന്നെ കാച്ചില്. ഇത് ജലദോഷവും തുമ്മലും ഒക്കെ ഉണ്ട്. പനി വരാതിരിക്കാൻ വേണ്ടി ഇത് കൊടുക്കുന്നത് നല്ലതാ. உங்களுக்கு പനിയുടെ ലക്ഷണം இருக்குதா? ഏ മാമി, എല്ലാവർക്കും കാച്ചിൽ വരുത്? എനിക്ക് അറിഞ്ഞൂടാ, കാലാവസ്ഥയുടെ ഇതൊക്കെ ആയിരിക്കും. വാസുവളിന് ചുക്ക് കാപ്പി കൊടുത്താച്ചാ? കൊടുത്തു. ഇനി അത് കൊടുക്ക വേണം. ജോസൂട്ടി തന്നു വിട്ടത്. അയ്യോ, അരിഷ്ടം കസായം ഇത് കൊടുക്ക. 2 ഉണ്ടാ? ആമാ, എനിക്ക് ഇപ്പടി കൊടുത്താ അത് ഇങ്ങ് കൊടുക്കറതാ. ഒരു കാര്യം ചെയ്യ്, ഒന്ന് വരികുട്ടി കൊടുക്കാം. എന്തിനാണ് അമ്മ അത് വാസുട്ടിയേട്ടന് കൊടുക്ക്? ഒരു കുപ്പി മതി. ഒന്ന് പരികുട്ടി, അവന് പനിയല്ലേ. ഇതാ ഞാനിത് കൊണ്ട് കൊടുക്കട്ടെ, നീ അത് കൊണ്ട് കൊടുക്കും. ഇതൊക്കെ മൂപ്പര് കുടിക്കുന്തോ? കുടിച്ചില്ലെങ്കിൽ കുടിപ്പിക്കണം, പനി മാറണ്ടേ. അളിയന് കുഞ്ചു കൊണ്ടുപോ കൊടുക്ക.